ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് നിറയാനുള്ള ഒരു സ്ഥലത്തൂടെയാണ് ഞാനിപ്പോൾ നടന്നു വരുന്നത്. 1000 പേരോളം ഒരു ഒറ്റ റൗണ്ടിൽ തന്നെ കയറി ബലിയിടാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. കർക്കിടക വാവിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളിപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ പരവൂർ പുഴിക്കര പനമൂട് ശിവക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കർക്കിടക വാവിൻ്റെ ഒരുക്കങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മുടെ കാലാവസ്ഥ കൂടി ഇനി ലെവലായി നിന്നാൽ മാത്രം മതി. ബാക്കിയെല്ലാം ഇവിടെ സെറ്റാണ്. തുടങ്ങിയ സാധനമല്ല, അത് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. എല്ലാം കിട്ടുന്ന അതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് 25,000-ൽ പരം പീസുകൾ വേണം, ഇല വേണം. അപ്പോൾ അത് ഇപ്പോഴേ വെട്ടി തുടങ്ങിയെങ്കിൽ അത് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ലൈറ്റ് കാര്യങ്ങൾ, മൈക്ക് സെറ്റ് മാറ്റുന്നതെല്ലാം ഈ നാളത്തെ കാര്യങ്ങൾ പരസ്യം. ഈ വെട്ടുന്ന ഇലയാണ് കർമ്മത്തിന് എടുക്കുന്നത്. ഈ വലിയ കർമ്മത്തിന് എടുക്കേണ്ട ഇലയാണ് അവിടെ വെച്ചേക്കുന്നത്. അത്രയും ഇല അവിടെ വെട്ടി അവർക്ക് റെഡിയാക്കേണ്ടതുണ്ട്. ഇന്നേ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങിയത്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ വന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിട്ടേ പോവാറുള്ളത്. ആ സമയമാകുമ്പോൾ അല്ലേ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും വെപ്രാളവുമാണ്. അത്രയ്ക്കും ശക്തിയുള്ള ഒരാളാണ്. ആരെവിടെ കളഞ്ഞിട്ട് പോയാലും തിരിച്ചു വരും. ദൂരെ വരുന്നുണ്ട് ആൾക്കാര്. ഇത്രയും നല്ലൊരു വിശ്വാസമാണ്. എൻ്റെ മോനൊക്കെ കളിച്ചു വളർന്നതും ചോറ് കൊടുത്തതും എല്ലാം. എൻ്റെ മോൻ 6 മാസം മുതൽ ഇവിടെ വളർന്ന് ഇപ്പം 32 വയസ്സായി. അതിനു മുമ്പേ നമ്മൾ വന്നു പോകുന്നതാണ്. ആ ബാരിക്കേഡിൽ 1000 പേർക്ക് നിൽക്കാം. ആ 1200 ഇറങ്ങുമ്പോൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ബാരിക്കേഡിൽ നിന്നും 1000 പേര് അകത്തോട്ട് പോകും. ഇവിടുത്തെ പ്രസാദമാണ് കിടിലം പായസം. പാൽപ്പായസം ഉണ്ട്, മറ്റേ നമ്മുടെ ശർക്കര പായസവും ഉണ്ട്. ഹായ്, ഇപ്പം നമുക്ക് കർക്കിടക വാവ് ദിവസം ഇനി അടുത്ത് വരുവാണ്. അപ്പോൾ എല്ലാവരും ഈ ബലിയിടാനായിട്ട് ഓരോ ക്ഷേത്രങ്ങളിലന്ന് പോകാറുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു ബലിയിടുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പം നിൽക്കുന്ന ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് പരവൂര് പുഴിക്കര അടുപ്പിച്ചിട്ടുള്ള പനമൂട് ശിവക്ഷേത്രം. ആ ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കടപ്പുറം, ഈ ഒരു ഏരിയയിലാണ് ഈ ബലിതർപ്പണം നടക്കുന്നത്. ഇന്നിപ്പം ആരുമില്ല, പക്ഷേ ഒരു 2 ദിവസം കഴിഞ്ഞ് ബലിയിടുന്ന ദിവസമാകുമ്പോൾ ഇവിടെയൊക്കെ നിൽക്കാൻ പോലും സ്ഥലം കാണില്ല. നല്ല തിരക്കായിരിക്കും. വിശാലമായ ഒരു അവിടം വരെ ഉണ്ട്. ഇപ്പം നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇപ്പം വേലിയേറ്റ സമയമാണ്. കുറച്ചിങ്ങോട്ട് കടൽ കയറി വരുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ ഇറങ്ങിപ്പോകും. കുറച്ചങ്ങോട്ട് കണ്ട ഇപ്പം ഇങ്ങനെ വലിയ തിര വരുന്നുണ്ട്. തിര വന്നുണ്ട. അപ്പോൾ ഈ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് വലിയ തിരയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പം അങ്ങോട്ട് ഇറങ്ങി പോയാൽ ഇതൊരു പുഴിക്കര അടുപ്പിച്ചിട്ടുള്ള ഈ ഒരു പനമൂട് ശിവക്ഷേത്രത്തിൽ ബലി തർപ്പണം നടക്കുന്ന ആ ഒരു സ്ഥലം. ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു. അവരെയൊക്കെ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് 2 വാക്ക് പറയാനായിട്ട്. കർക്കിടക വാവ് ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരുപാട് ഒരുക്കങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, ഇനി അന്നത്തെ ദിവസം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളോട് തന്നെ ചോദിക്കാം. അപ്പോൾ ആരെയും സ്റ്റാർട്ട് ചെയ്യാം. പരവൂർ പുഴിക്കര പനമൂട് കുടുംബ മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിഡന്റാണ് ഞാൻ. മേപ്പടി ക്ഷേത്രത്തിലെ 19ാമത് കർക്കിടക വാവുബലിയാണ് നടക്കാൻ പോകുന്നത്. പുഴിക്കര ദേവീക്ഷേത്രത്തിന് സമീപത്തുള്ള കടൽ തീരത്താണ് പനമൂട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭക്തജനങ്ങൾക്ക് ഇഷ്ടദേവന്മാരെ തൊഴുതു വണങ്ങി സായുജ്യമടയാൻ സാധിക്കാത്ത ഒരു ക്ഷേത്രമാണ്. ഈ കർക്കിടക വാവുബലി അതിഗംഭീരമാക്കുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് വേണ്ടുന്ന രീതിയിൽ എല്ലാ സപ്പോർട്ടും നൽകിയിട്ടുള്ളതാണ്. പന്തൽ 1200 പരം പേര് ഇരിക്കാവുന്ന ഒരു പന്തലാണ്. ഒറ്റ ട്രിപ്പിൽ ഒരേ സമയം 1200 പരം പേർക്ക് ഇരിക്കാവുന്ന ഒരു പന്തലാണ്. അതിലുപരി ഈ 1200 പന്തൽ ഇറങ്ങുമ്പോൾ അതിന് പന്തലിനോട് ചേർന്നൊരു ബാരിക്കേഡ് ഇട്ടിട്ടുണ്ട്. ആ ബാരിക്കേഡിൽ 1000 പേർക്ക് നിൽക്കാം. ആ 1200 ഇറങ്ങുമ്പോൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ബാരിക്കേഡിൽ നിന്നും 1000 പേര് അകത്തോട്ട് പോകും. അടുത്ത ബാക്കിൽ നിൽക്കുന്ന അടുത്ത വേറെ ബാരിക്കേഡ് ഉണ്ട്, രണ്ടാമത് കാണുന്നത്. അതിൽ 1200 പേര് അതിനകത്ത് നിൽക്കും. അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന വരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇങ്ങനെ കടന്നു പോകാൻ വേണ്ടിയാണ്. 20,000-25,000-ൽ പരം പേരാണ് ഞങ്ങൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സമയം ഇത്തവണത്തെ ജ്യോതിഷ പണ്ഡിതന്മാരുടെയൊക്കെ അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഈ സമയവ്യത്യാസം വന്നത്. അത് ശനിയാഴ്ച 3:08 ശനിയാഴ്ച വെളുപ്പിന് 4 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 7 മണിക്ക് അവസാനിക്കും. ഈ 1200 പേർക്ക് ഇരിക്കുന്ന കർമ്മപന്തലിൽ 35-ൽ പരം ശാന്തിമാരാണ്. അതിൻ്റെ മുഖ്യ കർമ്മത്തിൽ വഹിക്കുന്നത് ചേർത്തല ബിജു ശാന്തിയാണ്. അതുപോലെ തന്നെ അതിന് ആവശ്യമായ സാധനങ്ങൾ യഥാസമയം എത്തിക്കുന്നതിനും 120-ൽ പരം വോളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. ആ 120 വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് സേവാഭാരതിയും മറ്റ് സംഘടനകളിൽ നിന്നുള്ളവരാണ്. ഈ അന്തരീക്ഷം മാത്രം നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എങ്കിലും കാലേക്കൂട്ടി ഗവൺമെൻറ് തലത്തിലൊക്കെ അറിയിപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി നമ്മൾ എല്ലാ പണികളെല്ലാം നേരത്തെ തന്നെ തീർത്ത് വെച്ച്. അതുകൊണ്ട് അങ്ങനെ ഒരു ശാന്തത ഉണ്ടായി. അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് 3 സ്ഥലം പാർക്കിംഗ് ഗ്രൗണ്ട് വാടക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽപ്പുറം വരെയുള്ള CCTV ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഈ CCTV മുഖാന്തരം ഒരു സ്ക്രീൻ നമ്മൾ സ്റ്റേജിന് സമയം സ്ഥാപിച്ചു അറിയിക്കുന്നതായിരിക്കും. അത് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചാലും അത് കഴിവതും വോളണ്ടിയേഴ്സ് തന്നെ പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ അവർ പരിഹരിച്ച് തീർക്കണം. പോലീസിന് ഇടപെടുത്തിട്ട് പരമാവധി എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞ ഇടപാടിയിരുന്നത്. എന്നുവെച്ചാൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവരുത്. എന്തെങ്കിലും ഉണ്ടായി കണ്ടാൽ അപ്പോഴേ നിൽക്കുന്ന ഏർപ്പാട് കൊടുക്കുക. അങ്ങനെയാണ് അതിനാണ് നമ്മൾ CCTV വയ്ക്കുന്നത് തന്നെ. അപ്പോൾ അത് പോയിന്റ് വെച്ചാൽ അതുമാണ്.
അതാണ് ഏറ്റവും നാൾ പ്രാധാന്യമായിട്ട് കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം. ആ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. ഈ വർഷം 10 വരെയാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ള 10 വരെ വിടും. അത് ഹരിതകർമ്മസേന വന്നാൽ പോലെ അവരവരുടെ ജോലി ചെയ്യെങ്കിലും നമ്മൾ വരുന്നവരും ഈ പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കണം. ലൈഫ് ഗാർഡ് 3 ലൈഫ് ഗാർഡ് ഗവൺമെൻറ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ 3 പേരും വരും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പള്ളി മുഖാന്തരം ഈ 3-4 ദിവസത്തേക്ക് അവർ കടപ്പുറത്ത് വേറെ ജീവിതമാർഗ്ഗം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് നമ്മളോട് സഹകരിച്ച് ആ സുഹൃത്തുക്കൾ നമുക്ക് കൊണ്ട് നിൽക്കുന്നത് ഈ 3-4 ദിവസം അവർ തൊഴിൽ പോകത്തില്ല. അത്ര ആ രീതിയിലാണ് നമ്മളോട് സഹകരിച്ച് പോകുന്നത്. അതിനോട് എല്ലാം സഹകരിച്ച് തരും. ഇപ്പോൾ തന്നെ അവിടെ ഒരു നീരൊഴുക്കിന് തടസ്സമുണ്ട്. അതിനെല്ലാം ഈ പറഞ്ഞ ദിവസം അവർ നാളെയും മറ്റന്നാളും അവർ തന്നെയാണ് എല്ലാം വൃത്തിയാക്കി എല്ലാം കൂടെ സഹകരിച്ച് വേണ്ടി നമ്മളാണ് നിന്ന് പറഞ്ഞു കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുത്ത് പോയിട്ടുണ്ട്. അത് ഈ വിവിധ ഡിപ്പാർട്ട്മെന്റ് വന്നവർക്കെല്ലാം അത് അറിയാം. ഈ 18 വർഷം നടന്ന അങ്ങനെ അത് അവർ തന്നെയാണ് അവർ ചെയ്യുന്നത്. അവർ പണി സാധനങ്ങൾ, വള്ളങ്ങൾ, ബോട്ടുകൾ ഇതെല്ലാം അവർ തന്നെ പുറകെ മാറ്റി വൃത്തിയാക്കി എല്ലാ സൗകര്യം. ഇന്നിപ്പോൾ നാളെ തൊട്ട് പണിക്ക് പോലെ നാളെ ഇനി അവിടെ തൂത്തുവാരക്കും ക്ലീനിങ്ങൊക്കെയാണ്. ഏകദേശം ഞാൻ ഇപ്പോഴത്തെ പണി നടന്നുകൊണ്ട് വരിക്കുന്ന ഏകദേശം ഒരു വിധമൊക്കെ ആയി കഴിഞ്ഞ് ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇല വെട്ടുക തുടങ്ങിയ സാധനം. അല്ല അത് എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇല വെട്ടുന്ന അതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് 25,000-ൽ പരം പീസുകൾ വേണം, ഇല വേണം. അപ്പോൾ അത് ഇപ്പോഴേ വെട്ടി തുടങ്ങിയെങ്കിലും അത് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ ലൈറ്റ് കാര്യങ്ങൾ, മൈക്ക് സെറ്റ് മാറ്റുന്നതെല്ലാം ഈ നാളത്തെ കാര്യങ്ങൾ പരസ്യം വെട്ടുന്ന ഇലയാണ് കർമ്മത്തിന് എടുക്കുന്നത്. ഈ വലിയ കർമ്മത്തിന് എടുക്കേണ്ട ഇലയാണ് അവിടെ വെച്ചേക്കുന്നത്. അത്രയും ഇല അവിടെ റെഡിയാക്കേണ്ടതുണ്ട്. ഇന്നേ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തുടങ്ങിയത്. 3 ദിവസം തുടങ്ങിയേ വരുള്ളൂ. എല്ലാ സാധനവും സജ്ജമായിട്ടുണ്ട്. എല്ലാവരും ആ ബലിയിടുന്ന ദിവസം അന്നത്തെ ആ ഒരു ഇതേ കാണുന്നു. പക്ഷെ അതിന്റെ പിന്നിലോട്ടായിട്ട് 2-3 ദിവസത്തെ പണി, 2-2 അങ്ങനെ അത്രയും ദിവസത്തെ പണിയുണ്ട്. ഈ പന്തൽ തന്നെ ഇപ്പോൾ കെട്ടാൻ എത്രയും ദിവസം എടുക്കും. അന്നോട്ടേ പന്തലിലും വരും. പിന്നെ ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ പന്തൽ പണിയല്ല, ഞങ്ങൾ വെറുതെ താങ്കളണക്കും സുഹൃത്തുക്കൾ വരുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പല ആളുകളും വരും. അതിലുപരി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൂടെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവരൊക്കെ വരും, കൊണ്ട് കാര്യങ്ങൾ പറയും, കാണും. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശം പറയും. അപ്പോൾ ഞാനില്ലേ സെക്രട്ടറി കാണും. സെക്രട്ടറി ആണെങ്കിൽ ഒരുപാട് വർഷത്തെ സർവീസുള്ള ആളാണ്. ഞങ്ങൾ കമ്മിറ്റി ഉണ്ടെങ്കിൽ ഞാൻ പ്രസിഡന്റ് പോയതാണ്. പക്ഷേ മുമ്പ് കമ്മിറ്റിക്കാരായിരുന്നു. പുള്ളി കുറച്ച് സർവീസൊക്കെ ഉള്ള ആളാണ്. ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന ആളാണ്. റിട്ടയർഡ് ആയ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അതിൻ്റെതായ പരിജ്ഞാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അറിവിലും കാര്യത്തിലും പുള്ളി കാര്യം നടത്തിക്കൊണ്ട് പോകും. അതിനുള്ള ഉറപ്പുണ്ട്. പൂർത്തിയായി കാത്തിരിക്കുകയാണ്. അതെ, എല്ലാവരെയും കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ? ഇത്രയും നേരം നമ്മളെ കൂടെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാതെ ഇവരെ എല്ലാവരും പൂജയെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ വിളിച്ചത്. എന്തോ ചേട്ടന്റെ പേര് പറഞ്ഞു? എന്റെ പേര് ചിത്രാംഗനാണ്. പനമൂട് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ്. സെക്രട്ടറി എ ശശിധരൻ. മുമ്പ് സർവീസിൽ റിട്ടയർഡ് ടീച്ചറാണ്. പിന്നെ ക്ഷേത്രത്തിന്റെ 20 വർഷം കൊണ്ട് ഞാൻ ഇവിടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞ്. അപ്പോൾ അത് ഇനിയും വേറെ പറയാനൊന്നുമില്ല. ഈ നിങ്ങൾക്ക് യു ചാനലുകാർക്ക് ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ലൈലയാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ് കമ്മിറ്റിയില്. ഇവിടെ ഒരുപാട് വർഷമായിട്ട് 10-20 വർഷം ഉണ്ട്. പണ്ട് തൊട്ടേ ഈ വാവ് ഇതൊക്കെ ആകുമ്പോ ഇവിടെ കാണുമല്ലോ. നമ്മളാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. കുറച്ച് പേരെ ഉള്ളായിരുന്നു. ഇപ്പൊ ഒരുപാട് പേരുണ്ടല്ലോ. 10,000-15,000 പേരോളം ഉണ്ട്. ആദ്യം ഒരു 10-20 പേരായിട്ട് തുടങ്ങിയതാണ്. ഇപ്പം ഒരുപാട് വിപുലീകരണം വെച്ച് വന്ന്. വീടടുത്താണോ? അടുത്ത് തന്നെ. എന്റെ പേര് തങ്കമണി. ഞാൻ അനേക വർഷങ്ങളായിട്ട് ഒരു 32 അല്ല, അത്ര വർഷങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന ഒരാളാണ്. വിശ്വാസം എവിടെ പോയാലും ഞാൻ ഒരു 5 ദിവസത്തേക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ വന്ന് യാത്ര പറഞ്ഞിട്ടേ പോവാറുള്ളൂ. ആ സമയമാകുമ്പോഴല്ലേ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും വെപ്രാളവുമാണ്. അത്രയ്ക്കും ശക്തിയുള്ള ഒരാളാണ്. ആരെവിടെ കളഞ്ഞിട്ട് പോയാലും തിരിച്ചു വരും. ദൂരെ വരുന്നുണ്ട് ആൾക്കാര്. അത്രയും നല്ലൊരു വിശ്വാസമാണ്. എന്റെ മകനൊക്കെ കളിച്ചു വളർന്നതും ചോറ് കൊടുത്തതും എല്ലാം. എന്റെ മോൻ 6 മാസം മുതൽ ഇവിടെ വളർന്ന് ഇപ്പം 32 വയസ്സായി. അതിനു മുമ്പേ നമ്മൾ വന്നു പോകുന്നതാണ്. എന്റെ കുടുംബക്ഷേത്രം അല്ല എങ്കിൽ പോലും എന്റെ കുടുംബമായിട്ടാണ് ഞാൻ പോകുന്നത്. ഭഗവാനാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിനെ കഴിഞ്ഞ് എനിക്ക് വേറൊരാളുള്ളൂ. ഞാനൊരു അംഗൻവാടി ടീച്ചറുമാണ്. അതെ, ശരി. ഞാൻ റീതയാണ്. എന്റെ ഭർത്താവിന്റെ കുടുംബമാണ്. എന്നെ തൊഴുവാൻ വരുന്നുണ്ട്. വാവിന് വേണ്ടി കാത്തിരിക്കുന്നത്. ജോലി ചെയ്യുന്നതാണ്. എന്തോന്നു ഇപ്പം ഇങ്ങനെ ഒരു സംഭവം? ഇപ്പൊ ഒരുപാട് പേര് ഇറങ്ങിപ്പം പ്രശസ്തമാണ് ഈ ഒരു ക്ഷേത്രം. അപ്പൊ അതിലെന്തോ തോന്നുന്നു? സന്തോഷമല്ലേ? സന്തോഷമായിട്ട് നിൽക്കുകയാണ്. സന്തോഷമായിട്ട് തന്നെ ജോലിയും വന്ന് ഒരു വിഷമവും ഇല്ല. പേര് രാധ. ആഹാരത്തിൽ ഒന്നും വിഷമമില്ല. എല്ലാം നല്ല രീതിയിൽ പോകും. സന്തോഷം. ഞാൻ രേണുക. ഞാൻ ഈ ചേച്ചിയെ സഹായിച്ചു കൊടുക്കും. പണ്ട് തൊട്ട് ഞങ്ങൾ കുഞ്ഞിന്റെ തൊട്ട് ഇവിടെ വരെയും കളിക്കുകയും ചെയ്തു. പിന്നെ അമ്പലമായി. ഞങ്ങൾ ഈ അമ്പലത്തിൽ വരെയും എല്ലാ ഭക്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞാനും ഒരു അംഗൻവാടി ടീച്ചറാണ്. ഇവിടെ ഇപ്പൊ ഒരുപാട് ടീച്ചർമാര് സർവീസ് ചെയ്യുന്നതെല്ലാം ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഒരാൾ കൂടെ ഉണ്ട് കേട്ടാ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മഴയുടെ ഒരു ചെറിയ ഭീഷണി ഉണ്ട്. അപ്പൊ മഴ മാറുമെന്നാണ് പറയുന്നത്. ഒരു ചേട്ടനെ നമ്മൾ പരിചയപ്പെട്ടില്ല. പേരെന്ന് പറയാൻ? എന്റെ പേര് സത്യൻ. ദേവിസോണ്ട് മൈക്ക് സെറ്റ് വർക്ക് ചെയ്യണം. 25 ലോണ്ട് ഇവിടെ വർക്ക് ചെയ്യണം. കടപ്പാവ് എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. വാവിന്റെ അടിച്ചു പൊളിക്കണം. കടപ്പുറത്തോട്ട് ലൈറ്റ് ഓൺ ചെയ്തില്ല. കടപ്പുറത്തോട്ടൊക്കെ ലൈറ്റ് ഒക്കെ ആവശ്യത്തിട്ടുണ്ട്. അത് നമ്മൾ കണ്ട് കടപ്പുറം ഷൂട്ട് ചെയ്തപ്പോൾ അവിടെ എല്ലാം അല്ല ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. ലൈറ്റ് പോയി ചെക്ക് ചെയ്തോണം.
അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഈ കർക്കിടക വാവ് ദിവസം നമുക്ക് കുറച്ച് കാഴ്ചകളിലൂടെ കാണാനുണ്ട്. അപ്പം അതിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണുള്ളതെന്ന് നമ്മളിപ്പം കണ്ടു കഴിഞ്ഞു. അപ്പം അതിന് ശേഷവും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ് ഓഫ്.